ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ പറ്റില്ല. യൂട്യൂബിനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു ചാനൽ എന്നൊന്നും പറയാനില്ല. ഞങ്ങൾ ഏതാനും ചില സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ്. ഈ ഒരു സംവിധാനത്തിന് പേരിട്ടിരിക്കുന്നത് ചോദ്യ സംസ്കൃതി എന്നാണ്. ചോദ്യ സംസ്കൃതി, അതായത് ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ അറിയാവുന്ന ആളുകൾ അതിൻ്റേതായിട്ടുള്ള സഭ്യമായ ഭാഷയിൽ ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാനോ തയ്യാറായാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാമുള്ള ഒരു സംവിധാനത്തെ നമ്മളത് ചോദ്യം ഉന്നയിക്കുകയാണ്. നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ആ അറിവ് നേടിയെടുക്കാൻ ഈ ചോദ്യ സംസ്കൃതി എന്ന ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒരുവിധം കെട്ടടങ്ങി. ഏകദേശം 243 സീറ്റിൽ 202 സീറ്റിൽ NDA സഖ്യം വിജയിച്ച് ബീഹാറിൽ അധികാരത്തിൽ വന്നു. അവർ എങ്ങനെ അധികാരത്തിൽ വന്നെന്നോ അവിടെ വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണോ സംഭവിച്ചത്, അതുകൊണ്ടാണോ അവിടെ ഒരു വിജയം കരസ്ഥമാക്കാൻ NDAക്ക് കഴിഞ്ഞത് എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്കറിയില്ല. കാരണം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഞങ്ങൾക്കാർക്കും അറിയില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നതിൽ ഒരു 25% ആളുകൾക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അപ്പോൾ ആ വിഷയത്തെ നമ്മൾ അങ്ങോട്ട് വിട്ടേക്കുക. അവിടെ എലക്ഷൻ നടന്നു, വിജയിച്ചു, NDA അധികാരത്തിൽ വന്നു. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത MLAമാർ അതിനകത്തുണ്ടായി. വായിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത MLAമാർ അതിനകത്തുണ്ടായി. ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളേ അല്ല. കാരണം അർഹിക്കുന്ന ഭരണകൂടത്തെ അവിടുത്തെ അർഹിക്കുന്ന ജനത കിട്ടും. ആ ജനതയ്ക്ക് അത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, കഴിഞ്ഞ ദിവസം ഞാൻ നിഷ സോമൻ തെറ്റൈ എന്ന ആ ഒരു മഹത് വ്യക്തിയുടെ വീഡിയോ കാണാനിടയായി. കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. സമയം കിട്ടാത്തത് കൊണ്ടും ഇതിന് എങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണം എന്നും ഒക്കെ അറിവ് കുറവുള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയത്. എന്തായാലും ആ സഹോദരി മുന്നിലേക്ക് വെക്കുന്ന ധീരമായ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നി. അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം, ഒരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ. ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനായിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റും തരാനായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കുള്ളത് ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ. ഇത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. അല്ലാതെ ഞങ്ങളൊരു പ്രസ്താവന ഇറക്കുന്നു, ഞങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് സാധൂകരിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നു, ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സഹോദരി മുന്നിലേക്ക് വെച്ചതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം, ബീഹാറിൽ 64 ലക്ഷത്തോളം ജനങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതാണ് മെയിൻ സബ്ജക്റ്റ്. ഈ വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ബീഹാറിൽ താമസിക്കുന്ന ആ സ്റ്റേറ്റിൽ ജീവിക്കുന്ന
64 ലക്ഷത്തോളം സമ്മതിദായകർ ആ ലിസ്റ്റിൽ നിന്നും, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തായി, അല്ലെങ്കിൽ SIRന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അവർക്ക് വോട്ടവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അവരിന്ത്യക്കാരേ അല്ല. ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അവരുടെ പൗരത്വം ഇന്ത്യയിലുള്ളതാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ, അവർക്ക് ആ ഒരു ആ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. 64 ലക്ഷത്തോളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ വോട്ടിൽ നിന്ന്, അവർ സമ്മതിദാനാവകാശത്തിൽ നിന്ന്, അവരുടെ അവകാശത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഇവിടെ വരെ കാര്യം ശരിയായിരിക്കാം. അവർ ഇന്ത്യൻ പൗരന്മാരല്ലായിരിക്കാം, അവർക്ക് ഇന്ത്യയിൽ പൗരത്വമില്ലായിരിക്കാം, അവർ വിദേശത്ത് നിന്ന് കുടിയേറിയ ആളുകളായിരിക്കാം, ഇതെല്ലാമായിരിക്കാം. ഞങ്ങളുടെ 1-2 സംശയങ്ങളിൽ ആദ്യത്തെ സംശയം, ഇവർക്ക് ഇന്ത്യയിലെ മറ്റ് എന്തെങ്കിലും ഈ ആധാർ കാർഡ് അല്ലാതെ, അല്ലെങ്കിൽ അവരുടെ പൗരത്വം തെളിയിക്കാൻ മറ്റെന്തെങ്കിലും രേഖകൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ലേ എന്നാണ്. അത് ഒന്നാമത്തെ ഒരു സംശയം അതാണ്. അവർക്ക് വേറെ ഒന്നും, അവരുടെ പൗരത്വത്തെ കാണിക്കാനായിട്ട്, അവരുടെ പൗരത്വത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് വേറെ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ലേ? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ എത്ര കാലങ്ങളായിട്ട് ഇന്ത്യയിലെ പൗരന്മാരല്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഇന്ത്യയിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്. പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പന്നരാകുന്നു എന്നർത്ഥമില്ല. അവർ ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നുണ്ട്, അവരിവിടെ ജീവിക്കുന്നുണ്ട്, ഇവിടുത്തെ മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും അവർ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ എത്ര കാലങ്ങളായിട്ട് ഈ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഈ 64 അല്ലെങ്കിൽ 65 ലക്ഷത്തോളം വരുന്ന വോട്ടില്ലാത്ത ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ടോ, അല്ലെങ്കിൽ ഇവരെ അവരവരുടെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചോ? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നമ്മളിത് അറിയണമല്ലോ. 65 ലക്ഷത്തോളം ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പിന്തള്ളി അവർ ഭാരതീയരല്ല, അവർ ഇന്ത്യക്കാരല്ല എന്ന് ഇവിടുത്തെ ഭരണകൂടം പറയുമ്പോൾ ഈ 65 ലക്ഷം ജനങ്ങൾ ഇന്നെവിടെയാണ് ജീവിക്കുന്നത്? ഇതിന് മറുപടി പറയണ്ടേ? ആര് പറയണം? സംസ്ഥാന ഗവൺമെൻറ് പറയണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് SIRന്റെ ഉത്തരവാദിത്വമെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. ആയിക്കോട്ടെ, അവർ പറഞ്ഞാൽ മതി. ഈ 65 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയോ, ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയോ, നാട് കടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് ഈ ഒരു ചോദ്യം ഞങ്ങൾ വയ്ക്കുന്നത്. അപ്പം ഞാനിത് ഫ്രാങ്കായിട്ട് പറയാം, ഞാനിത് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. 1-2 സ്റ്റേറ്റ്മെൻറ്റ് പല ഭാഗത്തുനിന്ന്, ഈ നിഷ സോമനെ പോലെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ വന്നു കഴിഞ്ഞത് കൂട്ടി വായിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സംശയമാണ്, ഈ 65 ലക്ഷത്തോളം ആളുകൾ എവിടെ പോയി? ഈ 65 ലക്ഷത്തോളം ആളുകൾ ഇത്രയും കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ വിഭവങ്ങൾ ബീഹാറിൽ ഉണ്ടാവണ്ടേ? ഇത് ചോദ്യമാണ്. ഏറ്റവും അവസാനം
കേരളത്തിലെ SIR കുറിച്ച് വരെ പറഞ്ഞു വരുമ്പോൾ അതിന് നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കടക്കാം. അത് അങ്ങനെ ചെയ്യാം. എങ്കിൽ പോലും ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് SIR ശരിയായി വരുമ്പോൾ വോട്ടർ പട്ടികയിലില്ലാത്ത ആളുകളായിട്ട് മാറും എന്നാണ്. അപ്പോൾ ഞാനിവിടുത്തെ ഇനി വരാൻ പോകുന്ന ഭരണകൂടമാണെങ്കിലും നിലനിൽക്കുന്ന ഭരണകൂടമാണെങ്കിലും അവരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ പിന്തള്ളപ്പെട്ടു പോയാൽ SIR പ്രകാരം അവർ ഈ പറയുന്ന എന്താ പറയുക, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും ആളുകളെ 50 ലക്ഷം വേണ്ട, 5 ലക്ഷം കൂട്ട്, ഒരു കണക്കിന് എളുപ്പത്തിന് എത്ര വരുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത്രയും വരുന്ന ആളുകളെ നമ്മൾ ഇവിടെ ഈ കേരളത്തിൽ നിന്ന് എങ്ങോട്ടായിരിക്കാം പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ലാതെ ഇവരെ എവിടെ കൊണ്ടായിരിക്കും തള്ളുക എന്നുള്ളതാണ് ചോദ്യം. ഇത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ കാര്യങ്ങൾക്കോ അല്ല, ഇതൊന്ന് അറിയാൻ വേണ്ടിയാണ്, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളുടെ ഇടപെടലുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞങ്ങളെ ഈ ഒരു വീഡിയോ ചെയ്തെന്നുള്ളത് കൊണ്ട് ഇത് വളരെ മാന്യമായിട്ട് സംവദിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ആരും കയറി മാതാപിതാക്കളെ തെറി വിളിക്കരുത്. കാരണം പൊതുവെ കണ്ടുവന്നിട്ടുള്ളൊരു രംഗം പലപ്പോഴും അതാണ്. ഒരു വിഭാഗം ആളുകൾക്ക് ദഹിക്കാത്തതോ ഇഷ്ടപ്പെടാത്തതോ കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മുഴുവൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുക, പാവപ്പെട്ട മാതാപിതാക്കളെ തെറി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും കണ്ടു ശീലിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് അതല്ല. നിങ്ങൾക്കിതിനകത്ത് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട്, ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഈ ഒരു വിഷയത്തെ അറിയാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. എനിക്കത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിൽ മറ്റൊരു കാര്യം, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾക്കും ചെറിയൊരു വരുമാനം അതിലൂടെ കിട്ടുന്നുണ്ട്. അതും നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു സാമൂഹ്യ വിഷയവുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. നമസ്കാരം.